എടുത്തതും നമ്മുടെ മൂത്രം കഴുകി തന്നതും ഉമ്മയുടെ വലത്തേ കൈകൊണ്ടല്ലേ. എത്ര പ്രാവശ്യമാ ഉമ്മയുടെ വലം കൈ കൊണ്ട് നിന്റെ നജസ് കഴുകി തന്നത്. നീ പോലും നിന്റെ നജസ് ഇടം കൈ കൊണ്ടല്ലേ കഴുകാറുള്ളത്. നിന്റെ ഇളം പ്രായത്തിന് കുറക്ക് വരാതിരിക്കുമ്പോ ഉമ്മയുടെ മടിയിലല്ലേ നിന്റെ കട്ടിലുള്ളത്. ഉമ്മയാകുന്ന കട്ടിലല്ലേ നീ കിടന്നുറങ്ങിയിരുന്നത്. ആ മടിത്തട്ടിലല്ലേ നിനക്കുറക്ക് വന്നിരുന്നത്. ഈ ഒരു ചെറിയ പ്രായമായപ്പോ നിന്റെ വീട്ടില് ഭക്ഷണമില്ലാതെ വന്നപ്പോ അതേ നിന്റെ വീട്ടിൽ ആകെ രണ്ടാൾക്കുള്ള ഭക്ഷണമാണ്. അത് നിനക്കും നിന്റെ പെങ്ങൾക്കും നൽകിയിട്ട് അവിടെ ഉമ്മ പട്ടിണി കിടന്നത് നീ ഓർമ്മയില്ലേ? നീ ഓർക്കുന്നില്ലേ? നമ്മുടെ ഉമ്മ നമ്മുടെ വിശപ്പ് സഹിക്കാതിരിക്കാൻ വേണ്ടി, നമുക്ക് വേദനയുണ്ടാവാതിരിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യമാ നമ്മളോട് കള്ളം പറഞ്ഞത്. ഓ എന്റെ ഉമ്മ, നിങ്ങൾക്ക് ചോറ് വേണ്ടേ? എനിക്ക് വിശക്കുന്നില്ല മോനെ. എത്ര തവണയാ നമ്മളോട് കള്ളം പറഞ്ഞത്. എന്തിനു വേണ്ടിയാ കള്ളം പറഞ്ഞതെന്നറിയോ? നമ്മുടെ വയറ് നിറയാൻ വേണ്ടിയോ? പട്ടിണി കിടന്ന ഒരു കാലത്ത് അതുവായ എന്റെ ഉമ്മ മലമുകളിലേക്ക് വിറക് ചുമക്കാൻ പോയ കാലം ഞാൻ ഓർക്കുകയാ. രാവിലെ പോയ ഉമ്മ വൈകുന്നേരം ഇശാഇന്റെ നേരമാ വിറകിന്റെ കെട്ടുമായി ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മാക്കി കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ അല്ലോ. ഞങ്ങളെ ഉമ്മമാർക്ക് ഒരാൾക്കും നീ രോഗം കൊടുക്കല്ല അല്ലോ. മരിച്ചു മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഞങ്ങളെ ഉമ്മമാരുണ്ടെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലോ. ഈ രൂപത്തിന് നമ്മള് സ്നേഹിച്ച നമ്മുടെ ഉമ്മ, നിങ്ങൾക്കറിയോ, ഉപ്പ വളർത്തിയിട്ടുണ്ടെങ്കിൽ, ഉപ്പ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഉപ്പ നീന്തിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, ഉപ്പ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ, വളർന്ന നമ്മോട് 20 വയസ്സുകാരനായ നമ്മൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ഉപ്പ വന്നിട്ട് പറയും, എടാ നിനക്ക് വേണ്ടി ഞാൻ ഇന്നാലിന്ന ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നെ വളർത്തിയത്. പക്ഷേ നമ്മുടെ ഉമ്മ ഇന്നേ വരെ അങ്ങനത്തൊരു വാക്ക് നമ്മോട് പറയുന്നില്ലല്ലോ. ഉമ്മാക്ക് എപ്പോഴും സ്നേഹം കൊടുക്കാൻ തയ്യാറാവണോ. വെറുക്കുന്ന ഒരു വാക്കുഞ്ഞുങ്ങൾ പറയരുത് മക്കളെ. നമ്മുടെ കാവൽ എപ്പോഴും ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഉമ്മയുടെ കണ്ണീര് നമുക്കുള്ള കാവലാണ്. ഞാൻ ഓർക്കൊള്ളൂ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് മരണപ്പെടുമ്പോ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിനെ മറവ് ചെയ്ത് തിരിച്ചു വരുമ്പോ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലങ്ങ് കുത്തിപ്പോയി, കല്ലില് കുത്തി വീണാ പോയി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഈസാ നബിയേ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളണേ. ഇനി നിങ്ങൾ നടക്കുമ്പോ ശ്രദ്ധിച്ചോളണോ. ഇനി നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോ ശ്രദ്ധിച്ചോളണോ. ഇനി നിങ്ങളുടെ ഓരോ സെക്കൻഡുകളും നിങ്ങൾ ശ്രദ്ധിച്ചോളണോ. ഇന്നേ വരെ നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ഉമ്മയില്ലല്ലോ. ഇനി നിങ്ങളുടെ പ്രാർത്ഥന നിലച്ചുപോയ സമയമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തന്നെ. മരിച്ചുപോയ ഉമ്മയുടെ കാവല്, മരിച്ചുപോയ ഉമ്മയുടെ വിഷമം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞത് നമ്മൾ കേട്ടതല്ലയോ? ഓ എന്റെ ചെറുപ്പക്കാരാ, നമ്മൾ എത്ര സ്പീഡിൽ യാത്ര പോയാലോ എന്തുകൊണ്ടാ നമ്മൾ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്നോ? അർദ്ധരാത്രിയിൽ എണീച്ചുകൊണ്ട് നമ്മുടെ ഉമ്മ ദുആ ഇറക്കുന്നത് കൊണ്ടാണ്. 5 വക്ത് നിസ്കരിക്കുമ്പോ അവരുടെ കാര്യം പറയുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി ദുആ ഇറക്കുന്ന ഉമ്മമാരുണ്ടായത് കൊണ്ടാണ്. പോയാലല്ലേ ഉമ്മയുടെ വില മനസ്സിലാവൂ. ഇന്ന് നിങ്ങൾ ധിക്കരിച്ചതിനും ചീത്ത പറഞ്ഞതിനും കണ്ണുരുട്ടിയതിനും തല്ലാൻ പോയതിനും എല്ലാത്തിനും
ഞാനും ദുഃഖിക്കേണ്ട ഒരു കാലം വരാനുണ്ടെന്നൊരു ബോധം മനസ്സിന് വേണം. അതുകൊണ്ട് വേണ്ട ഇന്നത്തോടുകൂടെ എല്ലാ നിർത്തിവെച്ചോടണം. റബ്ബേ ഞങ്ങളെ ഒന്ന് നന്നാക്കണേ റഹ്മാനെ. കഞ്ചാവിന് കാശ് കിട്ടിയില്ലെന്ന് കണ്ടപ്പോ സ്വന്തം ഉമ്മയുടെ മുടിക്ക് ആ മുടി ചുരുട്ടിപ്പിടിച്ച് വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ അത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. ടൂറിന് പോകാം പൈസ കൊടുക്കില്ലെന്ന് കണ്ടപ്പോ ഉമ്മയുടെ അടിവയറ്റിനെ ചവിട്ടിയത് നമ്മുടെ മുസ്ലിം സമുദായമാണ് കേട്ടോ. നമുക്കവിടെ അങ്ങനൊന്നും ചെയ്യാനുള്ള അവസരം വരരുത്. ഈ ഒരു ബോധത്തിന് വേണ്ടിയാ ഉമ്മാനെ തിരിച്ചറിയാ ഞാൻ ഈ വിഷയമിട്ടെടുത്തത്. പല സ്ഥലത്തും ഉമ്മമാരെ കണ്ണീരൊഴിക്കുകയാണ്. സലാത്തിന്റെ ഹൽക്കയില് ദിക്റിന്റെ ഹൽക്കയിലോ ദുആയിരക്കാൻ പറയുകയാണ്. എന്റെ പൊന്നുമോനൊന്ന് നന്നാവാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആയിരക്കണമെന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ഉമ്മമാരുണ്ട്. റബ്ബേ ഉമ്മമാരെയൊന്നു നീ വേദനിപ്പിക്കല്ലോ. ഉമ്മയുടെ മുഖത്തേക്ക് തുറിച്ചല്ല നോക്കേണ്ടത്. ഉമ്മയുടെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ നോക്കിയാൽ അതിനൊക്കെ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എടാ മക്കളെ, നമുക്ക് ഹജ്ജിന് പോകാൻ ടിക്കറ്റ് എടുക്കണമെന്നില്ല. നമുക്ക് ഹജ്ജിന് പോകാൻ അങ്ങ് മക്കയിലേക്ക് യാത്ര പോകണമെന്നില്ല. നമുക്ക് ഹജ്ജിന് വേണ്ടി 2 ലക്ഷം ചെലവഴിക്കണമെന്നില്ല. മഹാനായ നിബിധങ്ങൾ പറയുന്നു നിന്റെ ഉമ്മയാ, ആ ഉമ്മയാടോ നിനക്കുള്ള കഅബ, ആ ഉമ്മയാടോ നിനക്കുള്ള ഖിബല. മാമിൻ ബ്രാഅത്തിനി യൻദുറു ഇലാ ഉമ്മിഹി നദറ റഹ്മത്തില്ലഹാ. ഉമ്മയോട് വാത്സല്യത്തോടുകൂടെ നിങ്ങളൊരു നോട്ടം നോക്കിയാൽ, സ്നേഹത്തോടുകൂടെ പുഞ്ചിരിച്ച് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇല്ലാ കാലത്തെ ഹജ്ജത്തും മഖബൂലത്തും മബ്റൂറാ, മബ്റൂറും മഖബൂലുമായൊരു ഹജ്ജ് അവന് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ല. മഹാനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. ഉടനെ തന്നെ സ്വഹാബികൾ വന്ന് ചോദിച്ചു, നബിയേ വഇന്നദറ ഇലൈഹാ ഫിൽ യൗമി 100 മറ, ഇനി ഒരാളെ 100 പ്രാവശ്യം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നതെങ്കിലോ 1 പ്രാവശ്യം നോക്കിയാൽ ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാ 100 പ്രാവശ്യം സ്നേഹത്തോടുകൂടെ പെറ്റുമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാലോ? ആ സമയത്ത് മഹാനായ നിബിധങ്ങൾ പറയുള്ളൂ, വഇന്നദറ ഇലൈഹാ ഫിൽ യൗമി 100,000 മറ, 1 ലക്ഷം പ്രാവശ്യം നീ നോക്കിയാൽ 1 ലക്ഷം ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുന്നുണ്ട് മക്കളെ. 100 പ്രാവശ്യം നോക്കിയാൽ 100 ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് മക്കളെ എന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ സഹോദരന്മാരെ, ഞാൻ നിർത്തട്ടെ. അബ്ദുല്ലാഹിബ്നു ഔഫ് തങ്ങൾ പറയുള്ളൂ, നിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കൽ ആരാധനയാണ്. അന്നദറു ഇലൽ വാലിദൈനി ഇബാദ, ബാപ്പയുടെയും ഉമ്മയുടെയും മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ നോക്കി നിൽക്കൽ ആരാധനയാണ്. നിസ്കാരം മാത്രമല്ല ആരാധന, ഖുർആനോത്ത് മാത്രമല്ല ആരാധന, സ്വതക്ക കൊടുക്കൽ മാത്രമല്ല ആരാധന. നിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ നോക്കുമ്പോ അത് ആരാധനയാ. ഹസനാത്തിന്റെ പട്ടികയിലുള്ള നല്ല നല്ല കർമ്മങ്ങളാണ്. ഓ എന്റെ സഹോദരന്മാരെ, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? സ്വാലിഹീങ്ങൾ ഉമ്മയോട് പെരുമാറിയത് എങ്ങനെയായിരുന്നു? സലഫ് സ്വാലിഹീങ്ങൾ ഉമ്മയോട് പറഞ്ഞത് എങ്ങനെയായിരുന്നു അറിയോ? എടുത്തതും നമ്മുടെ മൂത്രം കഴുകി തന്നതും ഉമ്മയുടെ വലത്തേ കൈകൊണ്ടല്ലേ. وكم واصلت عنك العذاب يمينها. എത്ര പ്രാവശ്യമാ ഉമ്മയുടെ വലം കൈ കൊണ്ട് നിന്റെ നജസ് കഴുകി തന്നത്? നീ പോലും നിന്റെ നജസ് ഇടം കൈ കൊണ്ടല്ലേ കഴുകാറുള്ളത്. വമാ ഹിജ്റുഹാ ഇല്ലാ ലദൈക സരീറു. നിന്റെ ഇളം പ്രായ
പ്രായത്തിൽ നിനക്ക് ഉറക്കു വരാതിരിക്കുമ്പോ ഉമ്മയുടെ മടിയിലല്ലേ നിന്റെ കട്ടിലുള്ളത്, ഉമ്മയാകുന്ന കട്ടിലല്ലേ നീ കിടന്നുറങ്ങിയിരുന്നത്, ആ മടിത്തട്ടിലല്ലേ നിനക്ക് ഉറക്കു വന്നിരുന്നത്. إنانا وإشفاقا وأنت صغير. ഈ ഒരു ചെറിയ പ്രായമായപ്പോ നിന്റെ വീട്ടില് ഭക്ഷണമില്ലാതെ വന്നപ്പോ, അതേ നിന്റെ വീട്ടിൽ ആകെ 2 ആൾക്കുള്ള ഭക്ഷണമാണ്, അത് നിനക്കും നിന്റെ പെങ്ങൾക്കും നൽകിയിട്ട് അവിടെ ഉമ്മ പട്ടിണി കിടന്നത് നീ ഓർമ്മയില്ലേ? നീ ഓർക്കുന്നില്ലേ? നമ്മുടെ ഉമ്മ നമ്മുടെ വിശപ്പ് സഹിക്കാതിരിക്കാൻ വേണ്ടി, നമുക്ക് വേദനയുണ്ടാവാതിരിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യമാ നമ്മളോട് കള്ളം പറഞ്ഞത്. ഓ എന്റെ ഉമ്മ, നിങ്ങൾക്ക് ചോറ് വേണ്ടേ? എനിക്ക് വിശക്കുന്നില്ല മോനെ. എത്ര തവണയാ നമ്മളോട് കള്ളം പറഞ്ഞത്? എന്തിനു വേണ്ടിയാ കള്ളം പറഞ്ഞതെന്നറിയോ? നമ്മുടെ വയറ് നിറയാൻ വേണ്ടിയോ? പട്ടിണി കിടന്ന ഒരു കാലത്ത് സാധുവായ എന്റെ ഉമ്മ മലമുകളിലേക്ക് വിറക് ചുമക്കാൻ പോയ കാലം ഞാൻ ഓർക്കുകയാ. രാവിലെ പോയ ഉമ്മ വൈകുന്നേരം ഇശാഇന്റെ നേരമാ വിറകിന്റെ കെട്ടുമായി ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മാക്കി ഹാസ്യത്ത് കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ അല്ലോ. ഞങ്ങളെ ഉമ്മമാർക്ക് ഒരാൾക്കും നീ രോഗം കൊടുക്കല്ല അല്ലോ. മരിച്ച് മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഞങ്ങളെ ഉമ്മമാരുണ്ടെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലോ. ഈ രൂപത്തിന് നമ്മള് സ്നേഹിച്ച നമ്മുടെ ഉമ്മ, നിങ്ങൾക്കറിയോ, ഉപ്പ വളർത്തിയിട്ടുണ്ടെങ്കിൽ, ഉപ്പ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഉപ്പ മീമിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, ഉപ്പ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ, വളർന്ന നമ്മോട് 20 വയസ്സുകാരനായ നമ്മൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ഉപ്പ വന്നിട്ട് പറയും, എടാ നിനക്ക് വേണ്ടി ഞാൻ ഇന്നാലിന്ന ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാ നിന്നെ വളർത്തിയത്. പക്ഷേ നമ്മുടെ ഉമ്മ ഇന്നേ വരെ അങ്ങനത്തെ ഒരു വാക്ക് നമ്മോട് പറയുന്നില്ലല്ലോ. ഉമ്മാക്ക് എപ്പോഴും സ്നേഹം കൊടുക്കാൻ തയ്യാറാവണോ? വെറുക്കുന്ന ഒരു വാക്കും നിങ്ങൾ പറയരുത് മക്കളെ. നമ്മുടെ കാവല് എപ്പോഴും ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ കണ്ണീര് നമുക്കുള്ള കാവലാണ്. ഞാൻ ഓർക്കൊള്ളൂ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് മരണപ്പെടുമ്പോ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിനെ മറവ് ചെയ്ത് തിരിച്ചു വരുമ്പോ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലങ്ങ് കുത്തിപ്പോയി, കല്ലിൽ കുത്തി വീണാ പോയി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഈസാ നബിയേ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളണേ, ഇനി നിങ്ങൾ നടക്കുമ്പോ ശ്രദ്ധിച്ചോളണോ.